ട്രേഡേഴ്സ് മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏപ്രിൽ അല്ല, മെയ് 2 വെള്ളിയാഴ്ച എന്തുകൊണ്ട് ഇൻസൈഡ് ബാർ നമുക്ക് മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ ഫോം ചെയ്തെങ്കിലും എന്തുകൊണ്ടായിരുന്നു നമുക്ക് അവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ നമുക്ക് കോൾ സൈഡിലോട്ട് നമുക്ക് എൻട്രി ട്രിഗർ ആകണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷനകത്ത്, അതായത് നമുക്ക് ഓപ്പണിങ്ങിൽ ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ നടക്കേണ്ട ഒരു സപ്പോർട്ടിലായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് പുട്ട് സൈഡിലോട്ടാണ് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ എൻട്രി ട്രിഗർ ആകേണ്ടതെങ്കിൽ അത് ഓപ്പണിംഗ് ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ നടക്കേണ്ടത് ഓപ്പണിങ്ങിൽ ഒരു റെസിസ്റ്റൻസിലായിരിക്കണം. അപ്പോൾ നമുക്ക് മെയ് 2 വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഓപ്പണിംഗ് ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ നടന്നത് സപ്പോർട്ടിലാണോ അതോ റെസിസ്റ്റൻസിലാണോ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലോട്ടാണ് എൻട്രി ആക്റ്റീവ് ആകുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് എൻട്രി ആക്റ്റീവ് ആയില്ല. അപ്പം ആ എൻട്രി ആക്റ്റീവ് ആകാത്തതിന്റെ കാരണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എൻട്രി ആക്റ്റീവ് ആകുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരല്ലോ, അതായത് നമുക്ക് എൻട്രി എന്തുകൊണ്ട് അവിടെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നും കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോർമൽ എൻട്രി എടുക്കാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിപ്പോ നമ്മൾ നിഫ്റ്റിയുടെ 1 മിനിറ്റ് ചാർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് 1 മിനിറ്റ് ക്യാൻഡില് ഒരു ആവറേജിനെ കഴിഞ്ഞും കൂടിയ ബോഡിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അത് ഒരു സപ്പോർട്ടിലല്ല ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ആദ്യത്തെ 1 മിനിറ്റ് ഗ്രീൻ ക്യാൻഡില് ഇന്നലെ ഒരു സെല്ലിങ് നടന്നു. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തലേ ദിവസം, അതായത് വ്യാഴാഴ്ച ദിവസം 2 തവണ ഇന്നലത്തെ ഹൈയിൽ നിന്നും, അതായത് വ്യാഴാഴ്ച ദിവസം 2 തവണ സെയിം ലെവലിൽ നിന്ന് റിജക്ഷൻ വന്നു. അത് തന്നെയാണ് അന്നത്തെ ദിവസത്തെ ഹൈയും. അപ്പം വെള്ളിയാഴ്ച ദിവസം സംഭവിച്ചത് ഈ ഓപ്പണിംഗിൽ തന്നെ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡില് ഒരു ഗ്രീൻ ക്യാൻഡില് ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഒരു 1 മിനിറ്റ് ഗ്രീൻ ക്യാൻഡലിന്റെ ഫോർമേഷൻ ഒരു സപ്പോർട്ടിലല്ല, അതേ സമയത്ത് ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ അപ്പം നമുക്ക് നേരം ഒരു സപ്പോർട്ടിലല്ലാത്തത് കൊണ്ട് നമുക്ക് കോൾ സൈഡിലോട്ടുള്ള എൻട്രി നമുക്ക് ട്രിഗർ അവിടെ നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ട്രിഗർ ആവത്തില്ല. പിന്നെ നമുക്ക് അടുത്തത് നോക്കേണ്ടത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് റെസിസ്റ്റൻസിലാണോ? പക്ഷെ റെസിസ്റ്റൻസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ, അതായത് വ്യാഴാഴ്ച ദിവസത്തെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്ന PDH ബ്രേക്ക്ഔട്ട് ചെയ്തു. പക്ഷെ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതായത് ഏപ്രിൽ 29 ചൊവ്വാഴ്ച ദിവസം ഒരു സിവിയർ ഫോള് നടന്ന ഒരു ലെവലുണ്ട്. ആ ലെവൽ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു റെസിസ്റ്റൻസിന് താഴെയല്ല അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് തൊട്ട് കീഴെയല്ലേ ഈ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നിരിക്കുന്നത് എന്നുള്ളത്. ശരിയാണ്, അതായത് നമുക്ക് ആദ്യത്തെ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡില് ഒരു റെസിസ്റ്റൻസിൽ നമുക്കൊരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമുക്ക് നടന്നിട്ടുണ്ട്, സപ്പോർട്ടിലല്ല. അപ്പൊ നമുക്ക് കോൾ സൈഡിലോട്ട് എൻട്രി ഇല്ലതാണ്. നമ്മുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ടിൽ ഫോം ചെയ്യണം. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് സപ്പോർട്ടിലല്ല എങ്കിൽ പോലും നമുക്ക് കോൾ സൈഡിലോട്ട്, അതായത് മാർക്കറ്റ് കയറിപ്പോയി. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിക്കാം, അതായത് കോൾ സൈഡിലോട്ട് എൻട്രി ട്രിഗർ ആകത്തില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ്, അപ്പം നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാമായിരുന്നു. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം പുട്ട് സൈഡിലോട്ട് നമുക്ക് എന്തുകൊണ്ട്, അതായത് റെസിസ്റ്റൻസിൽ ആയിരുന്നു മാർക്കറ്റിന് ഓപ്പണിംഗ് ക്യാൻഡിൽ വന്നതെങ്കിലും എന്തുകൊണ്ട് പുട്ട് സൈഡിലോട്ട് എൻട്രി ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമുക്ക് 24, അത് ആ സമയത്ത് ഒരു 24,400 ഏകദേശം അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 24,400 പുട്ടിന്റെ പ്രൈസ് നമുക്ക് നോക്കാം. ഇതാണ് 24,400 പുട്ടിന്റെ പ്രീമിയം ചാർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ഇതാണ്. അതിനുശേഷം 2ാമത്തെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ക്യാൻഡിൽ ബോഡി എല്ലാം തന്നെ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ അകത്ത് തന്നെ ഫോം ചെയ്തു. അപ്പം അതായത് നമ്മുടെ ഒരു കണ്ടീഷൻ പ്രകാരം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ എൻട്രി എവിടെയാണ്, നമുക്ക് എൻട്രി എപ്പോഴും ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമുക്ക് പ്രീമിയം ചാർട്ടിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും ഒന്നെങ്കിൽ ഓപ്പൺ ക്യാൻഡിന്റെ ലോയിലാണ് ആദ്യത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത്.
ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ വിട്ടുപോയെങ്കിൽ, അതായത് അവിടെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അതവിടെ സാധിച്ചില്ല എങ്കിൽ പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു എൻട്രി ഇല്ല. അതായത് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിനകത്ത് ഇൻ ബിറ്റ്വീൻ മിഡിലായിട്ട് ഒരു എൻട്രി ഇല്ല. നമുക്ക് പിന്നെ അടുത്ത എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ, അത് കോൾ പ്രീമിയം ആണെങ്കിലും അല്ലെങ്കിൽ പുട്ട് പ്രീമിയം ആണെങ്കിലും ഓപ്പൺ ഇൻസൈഡ് ബാറിന്റെ പ്രീമിയം ചാർട്ടിലെ കാര്യം ഞാൻ പറഞ്ഞത്. അതായത് അതിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റിലാണ് നമുക്ക് അടുത്ത രണ്ടാമത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് ആദ്യത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ എടുക്കാനായിട്ട് വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് പിന്നെ ഉള്ളത് ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. ഇപ്പൊ നമ്മുടെ ടൈം ഫ്രെയിം രണ്ടെണ്ണം ഉണ്ട്. അതായത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് 1 മിനിറ്റിലാണ് നമ്മൾ ടൈം ഫ്രെയിം നമ്മൾ ചാർട്ട് കീപ്പ് ചെയ്യുന്നത്. 1 മിനിറ്റിൽ നമുക്ക് ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ 5 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ഒരു കേസിൽ വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ ഇൻസൈഡ് ബാർ പ്രീമിയം ചാർട്ടിലും ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്പോട്ട് ചാർട്ടിലും 1 മിനിറ്റിൽ മറ്റേ ഇൻസൈഡ് ബാറിന് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നൊരു വിക്ക് മേളി വന്നാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഈ ഒരു ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ അകത്ത് തന്നെ ബോഡി രണ്ട് സബ്സീക്വന്റ് ആയിട്ടുള്ള ക്യാൻഡലുടെ ബോഡി വന്നാലും കുഴപ്പമില്ല, നമുക്കത് വർക്ക്ഔട്ട് ആവും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ നിങ്ങളിപ്പം ഒരു ചോദ്യം ചോദിക്കുക, അതായത് ഇവിടെ റെസിസ്റ്റൻസ് അല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുക്കാറുണ്ടല്ലോ, അതായത് ഈ ഒരു ലോയിൽ നമുക്ക് എൻട്രി എടുക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഇവിടെ ലോയിൽ എൻട്രി എടുക്കാം. അതായത് നമുക്ക് കണ്ണുടച്ച് ഈ ഒരു ലോയിൽ മാർക്കറ്റ് നിൽക്കുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് റെസിസ്റ്റൻസിലാണ് ആദ്യത്തെ 1 മിനിറ്റ് ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുട്ടിന്റെ 24,400 പിയുടെ ലോയിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, മാക്സിമം 10 പോയിന്റ്സ് ആണ്. അപ്പം ഈ ലെവലിൽ നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് 180 ലെവലിൽ ഏകദേശം നിങ്ങൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ 10 പോയിന്റ് പറയുമ്പോഴത്തേനും അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അപ്പം ഈ ഒരു കേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുട്ട് സൈഡിലോട്ടാണ് നമ്മുടെ എൻട്രി. നമ്മുടെ റൂള് പ്രകാരം മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേനും റെസിസ്റ്റൻസിൽ മാർക്കറ്റ് നിൽക്കുവാണ്. ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നിരിക്കുന്ന റെസിസ്റ്റൻസിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ റൂള് പ്രകാരം നിങ്ങൾ കണ്ണുടച്ച് നിങ്ങൾ പുട്ടിന്റെ ചാർട്ടിൽ നമ്മൾ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡൽ ലോയിൽ നമ്മൾ എൻട്രി എടുത്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അവിടെ നമുക്ക് യാതൊരു തർക്കവും ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി പുട്ട് സൈഡിലോട്ടല്ല മാർക്കറ്റ് പോകുന്നത്, അതായത് മാർക്കറ്റ് പോയിരിക്കുന്നത് കോൾ സൈഡിലോട്ട്, അതായത് മാർക്കറ്റ് കയറുവാണ്. അപ്പൊ നമ്മൾ ഇനി പുട്ട് നോക്കത്തില്ല. പക്ഷെ നമുക്ക് ഇനി കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് അതായത് നമുക്ക് മറ്റേ സിയുടെ ചാർട്ട്, അതായത് ഇപ്പൊ ഞാനിപ്പോ സിയുടെ ചാർട്ട് കാണിക്കാം. ഇതാണ് 24,400ന്റെ സിയുടെ ചാർട്ട്. ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതായത് 24,400ന്റെ സിയുടെ ചാർട്ടിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്നാമത്തെ ക്യാൻഡൽ ഉണ്ട്. അതായത് മൂന്നാമത്തെ ക്യാൻഡലിന്റെ വിക്ക് മാത്രം ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയുടെ മേളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് കുഴപ്പമില്ല, കാരണം വെച്ചാൽ ബോഡി ഇതിനകത്ത് നിന്നാലും മതി. അതായത് വിക്ക് മേളിലോട്ട് പോയെങ്കിലും നമുക്കൊരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമുക്ക് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, 5, 6, 7, 8, 9, 10, 11, 12, 13 ക്യാൻഡലുകൾ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡലിനകത്ത് തന്നെ നമുക്ക് കോൾ സൈഡിലോട്ട് നമുക്ക് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ് എൻട്രിയുടെ? അതായത് ഒന്നെങ്കിൽ നമ്മുടെ കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ലോയിലായിരിക്കണം നമ്മുടെ ഒരു എൻട്രി പോയിന്റ്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് മാർക്കറ്റ് ഈ ഒരു 24,400 സിയുടെ കോൾ ഓപ്ഷന്റെ ചാർട്ടിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ലോയിലോട്ട് മാർക്കറ്റ്, അതായത് പ്രൈസ് വന്നിട്ടില്ല. പ്രൈസ് ഇവിടം വരെ വന്നുള്ളൂ. ആ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം 206.98 അപ്പം ഈ ലെവൽ എന്ന് പറഞ്ഞാൽ 178 രൂപയാണ്. അപ്പൊ അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ കഴിഞ്ഞൊക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പൊ നമുക്കൊരിക്കലും ഇൻ കേസ് മാർക്കറ്റ് ഇത് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ വരുമായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാമായിരുന്നു. പക്ഷെ നമുക്ക് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വന്നിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഒരിക്കലും ഈ ഞാൻ പറഞ്ഞ പോലെ ഇൻബിറ്റ്വീൻ നമുക്കൊരു എൻട്രി ഇല്ല. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് 10 രൂപയ്ക്ക് മേളിലൂടെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കീപ്പ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ലെവലിലും നമ്മൾ എൻട്രി എടുക്കത്തില്ല. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡൽ ലോയിൽ നമുക്ക് എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റ് കിട്ടണം. പക്ഷെ റീടെസ്റ്റ് പിന്നെ വന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്
നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കൃത്യമായിട്ട് കാണാൻ പറ്റും. അതായത് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ലോ, അതായത് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് വന്നിരിക്കുന്നത് ഏകദേശം 10.36. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇതിന്റെ തൊട്ട് മുകളിൽ, അതായത് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്തു പോയി, അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആണ്, അതായത് മാർക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ PDHനെ ബ്രേക്ക്ഔട്ട് ചെയ്തു. അതായത് ഒരു 2 തവണ പ്രീവിയസ് ഡേയിൽ സെല്ലിംഗ് വന്ന ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തു. അപ്പൊ മാർക്കറ്റ് ബുള്ളിഷ് ആണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ തൊട്ട് മുകളിൽ ഞാൻ ഈ പറയുന്ന ഡേറ്റിലെ ഒരു റെസിസ്റ്റൻസ് ലെവലും ഉണ്ട്. ആ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തു. അതായത് രണ്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്കറ്റ് ഓപ്പണിംഗിൽ തന്നെ ബ്രേക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ഞാനിപ്പോ ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു പ്രൈസ് ആക്ഷനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 2 റെസിസ്റ്റൻസ് ലെവൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ നമുക്ക് കോൾ സൈഡിലോട്ടായിരിക്കും നമുക്ക് നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ വന്നിട്ട് വീണ്ടും നോർമൽ കേസിൽ മാർക്കറ്റ് ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ PDH വന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് കയറി പോകേണ്ടതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് അതിന്റെ കാരണം പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് നിഫ്റ്റി ബുള്ളിഷ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുണ്ട്. ബാങ്ക് നിഫ്റ്റി 9:30 ഒരു റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു 931 ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് പറ്റിയില്ല. അതായത് ബാങ്ക് നിഫ്റ്റി ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് നിഫ്റ്റിയെ കൂടെ പുൾ ഡൗൺ ചെയ്തു. അതായത് 931 ക്യാൻഡിൽ റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോരുകയോ ചെയ്തത്. അതിനാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഈ പറയുന്ന ഒരു റെസിസ്റ്റൻസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ ബാങ്ക് നിഫ്റ്റി ആ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നിഫ്റ്റി സ്വാഭാവികമായിട്ടും അവിടുന്ന് ഇതുകൊണ്ട് നിഫ്റ്റിയുടെ 931 ക്യാൻഡിൽ ഇതാണ്. നമ്മൾ കണ്ടു ബാങ്ക് നിഫ്റ്റിയുടെ 931 ക്യാൻഡിലിന് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി പോയിട്ടേ ഇല്ല. ഞാൻ 931 ക്യാൻഡിൽ ഹൈ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് 931 നിഫ്റ്റിയുടെ ക്യാൻഡിൽ. നിങ്ങൾ അവിടെ കണ്ടു കാണും. അതായത് സോറി, ഇത് സ്പോട്ട് ചാർട്ടില് ഇതാണ് നിഫ്റ്റിയുടെ 1 മിനിറ്റ്, അതായത് 931 ക്യാൻഡിൽ. അപ്പൊ ഞാൻ ഇതിന്റെ ഹൈ മാർക്ക് ചെയ്തു. അപ്പം ഇത് തന്നെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത ലെവല് ഇതാണ് 931 ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. ആ 931 ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ 931 ക്യാൻഡിൽ ഹൈയിലും മീഡിലും ബാങ്ക് നിഫ്റ്റി പോയിട്ടില്ല. അതേസമയം നിഫ്റ്റി പോയി. പക്ഷെ നിഫ്റ്റി പോയിട്ട് എന്തുകൊണ്ടാണ് ഇവിടുന്ന് റിവേഴ്സൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ്. കാരണം വെച്ചാൽ 931 ക്യാൻഡലിന്റെ ബ്രേക്ക്ഔട്ട് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് പറ്റിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും തിരിച്ച് നിഫ്റ്റിയും തിരിച്ച് താഴോട്ട് വന്നു. അതിനുശേഷം നിങ്ങളുടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഏത് ലെവലിലാണ് റീടെസ്റ്റ് നടത്തിയിട്ട് വീണ്ടും താഴോട്ട് പോകുന്നത്. ആ 931 ക്യാൻഡലിന്റെ ഹൈയിൽ വന്നപ്പോഴത്തേനും വീണ്ടും 10:41 വീണ്ടും സിവിയർ ആയിട്ട് നിഫ്റ്റി താഴോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ റിവേഴ്സൽസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെവൽ വരുമ്പോഴത്തേക്കും, അതായത് 1041 മറ്റേ ക്യാൻഡില് ഈ റെസിസ്റ്റൻസിൽ വന്ന് നിന്നപ്പോഴത്തേനും വേണമെങ്കിൽ ഒരു പുട്ടിന്റെ ഒരു എൻട്രിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഇവിടെ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയെ പറ്റി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു വന്നപ്പോഴത്തേനും മാത്രം ഈ പ്രൈസ് ആക്ഷൻ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം 1042 നമുക്കൊരു പീഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി വെച്ചിട്ടല്ല, റിവേഴ്സൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് 10:36 നമ്മുടെ രണ്ടാമത്തെ എൻട്രി പോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയുടെ ബ്രേക്ക്ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത സമയം 10:35 ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയത്തില് ഒരു റിസ്കി ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഒരിക്കലും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റീടെസ്റ്റ്, അതായത് നമുക്ക് സ്പോട്ട് ചാർട്ടിൽ നമുക്ക് ഒരിക്കലും ആ സമയത്ത്, അതായത് 10:36 എന്ന് പറയുമ്പോഴത്തേനും ആ സമയത്ത് നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ റീടെസ്റ്റിലോട്ട് അത് വന്നിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീമിയം ചാർട്ടിൽ വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ തൊട്ട് മുകളിൽ ക്ലോസ് ചെയ്തപ്പോഴത്തേനും വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. പക്ഷെ അവിടെ SL അടിക്കും തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നിങ്ങളിപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയെങ്കിൽ, അതായത് ഇവിടെ ഈ ലെവൽ എന്ന് പറഞ്ഞാൽ 244 രൂപയാണ്, 280 രൂപ വരെ പോയി. അതായത് ഏകദേശം 40 രൂപ പ്രീമിയത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേന് നമുക്ക് ഒരു റിസ്ക് റിവാർഡ് ട്രേഡ് കിട്ടുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ
ഇവിടെ വന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാതെ നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ എസ് എൽ അടിക്കും, കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ഞാനിപ്പോ ഇന്ന് പറഞ്ഞു വന്നത്, നമുക്ക് ഇന്ന് മാർക്കറ്റ് ഹയർ സൈഡോട് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിലും നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിലും നമുക്ക് നമ്മുടെ രണ്ട് എൻട്രി പോയിന്റുകളായിട്ടുള്ള ഇൻസെറ്റ് ബാർ ബ്രേക്ക് ഔട്ടിൽ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ലോയിലോ അല്ലെങ്കിൽ അതിന്റെ റീടെസ്റ്റിലോ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി, റീടെസ്റ്റിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇൻ കേസ് നിങ്ങൾ ഇവിടെ എടുത്തിരുന്നെങ്കിൽ, നിങ്ങൾ ഈ ലെവൽ ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് എസ് എൽ അടിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എൻട്രി ഓപ്പർച്യൂണിറ്റി മിസ്സായി. ഇവിടെ എടുത്ത ഒരാൾക്ക് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ഈ ഒരു റീടെസ്റ്റിൽ എൻട്രി എടുത്ത ഒരാൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാത്ത പക്ഷം അയാളുടെ എസ് എൽ അടിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഒരു വേറൊരു അപ്പം പല രീതിയിലാണ് നമ്മൾ ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എൻട്രി എടുക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ എൻട്രി ട്രിഗർ ആകുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ പ്രൈസ് ആക്ഷൻ മാത്രമാണ് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.